ലിയോണൽ മെസ്സി മുംബൈയിലെ ബ്രോബോൺ സ്റ്റേഡിയത്തിലാണ് ഇപ്പോൾ ഉള്ളത്. ക്രിക്കറ്റ് ക്ലബ്ബ് ഓഫ് ഇന്ത്യ സംഘടിപ്പിക്കുന്ന ഒരു പരിപാടിയിൽ പങ്കെടുക്കുകയാണ് ശ്രീനാഥ് ചന്ദ്രൻ. വിശദാംശങ്ങളുമായി ശ്രീനാഥ്, വാങ്കഡെ സ്റ്റേഡിയത്തിലെ പരിപാടി അത് എപ്പോഴാണ്? ഒപ്പം തന്നെ ഇപ്പോഴത്തെ പരിപാടിയുടെ വിവരങ്ങൾ കൂടി. വാങ്കഡെ സ്റ്റേഡിയത്തിലെ പരിപാടി 5:30 എന്നതാണ് അറിയിച്ചിട്ടുള്ളത്. ഏതാണ്ട് 1 മണിക്കൂർ സമയം കൂടി ഇപ്പോഴുണ്ട്. ഞാനിപ്പോൾ ഉള്ളത് ക്രിക്കറ്റ് ക്ലബ്ബ് ഓഫ് ഇന്ത്യക്ക് മുന്നിലാണ്. അതായത് ബ്രാബോൺ സ്റ്റേഡിയത്തിന് തൊട്ടടുത്താണ്. വാങ്കഡെ സ്റ്റേഡിയം പണിയുന്നതിന് മുമ്പ് മുംബൈയിലെ പ്രധാനപ്പെട്ട സ്റ്റേഡിയമായിരുന്നു ബ്രാബോൺ സ്റ്റേഡിയം. അവിടെയാണ് ഇപ്പോൾ മെസ്സിയുടെ മുംബൈയിലെ ആദ്യത്തെ പ്രധാനപ്പെട്ട പരിപാടി നടക്കുന്നത്. ഇപ്പോൾ ദൃശ്യങ്ങളിൽ മെസ്സി ഇപ്പോൾ ബ്രാബോൺ സ്റ്റേഡിയത്തിൽ നിന്ന് പുറത്തേക്ക് വരുന്ന ദൃശ്യങ്ങൾ നമുക്ക് കാണാൻ വേണ്ടി കഴിയും. ഇപ്പോൾ ക്രിക്കറ്റ് ക്ലബ്ബ് ഓഫ് ഇന്ത്യയിൽ നിന്നാണ് അദ്ദേഹം പുറത്തേക്ക്, അവിടെ പാഡൽ ടൂർണമെൻറ്റുമായി ബന്ധപ്പെട്ട പരിപാടികളിൽ പങ്കെടുത്ത ശേഷമാണ് ഇപ്പോൾ മെസ്സി പുറത്തേക്ക് വരുന്നത്. നമ്മുടെ ദൃശ്യങ്ങളിൽ കാണുന്നത് ഇപ്പോൾ ബ്രാബോൺ സ്റ്റേഡിയത്തിന് മുന്നിൽ അകത്ത് നിന്ന് ഇപ്പോൾ മെസ്സി വാങ്കഡെ സ്റ്റേഡിയത്തിലേക്കുള്ള യാത്രയിലേക്കാണ്. അതിൽ നമുക്ക് കാണാം ഒരു ടൊയോട്ട വെൽഫെയർ കാറിലാണ് മെസ്സി ഇരിക്കുന്നത്. രാവിലെ വിമാനത്താവളത്തിൽ നമ്മൾ ഉണ്ടായിരുന്നു. ഈ ദൃശ്യങ്ങളിൽ കാണാം നമുക്ക് മുൻ സീറ്റിൽ മെസ്സി അല്ല, അതിന് പുറകിലെ സീറ്റിലാണ് എന്നതാണ് മനസ്സിലാക്കുന്നത്. ഈ വാഹനത്തിലാണ് മെസ്സി ഉള്ളത്. ഇതാ ആ ഗ്ലാസുകൾക്ക് അല്പം ഫിലിം ഉള്ളതിനാൽ അത് വ്യക്തമായി നമുക്ക് കാണാൻ കഴിഞ്ഞില്ല. പക്ഷേ എന്നാൽ പോലും ഈ വെൽഫെയർ കാറിലാണ് മെസ്സി ഇന്ന് മുഴുവൻ യാത്ര തിരിക്കുന്നത്. ഇപ്പോൾ വാങ്കഡെ സ്റ്റേഡിയത്തിലേക്കുള്ള യാത്ര, ബ്രാബോൺ സ്റ്റേഡിയത്തിലെ പരിപാടി കഴിഞ്ഞ് ഇപ്പോൾ മെസ്സിയും സംഘവും ഇപ്പോൾ പുറത്തേക്ക് വന്നിരിക്കുകയാണ്. ഇനിയിപ്പോൾ നേരെ വാങ്കഡെ സ്റ്റേഡിയത്തിലെത്തും. അവിടെ സെലിബ്രിറ്റി സെവൻസ് നടക്കുന്നുണ്ട്, ഫുട്ബോൾ ടൂർണമെൻറ്റ് നടക്കുന്നുണ്ട്. അതിൻ്റെ ഫൈനൽ വിസിൽ മുഴങ്ങുമ്പോഴേക്കായിരിക്കും വാങ്കഡയിലേക്ക് മെസ്സിയുടെ എൻട്രി ഉണ്ടാവുക എന്നതറിയുന്നു. അതിനു മുമ്പ് DJ അടക്കമുള്ള പരിപാടികളും വാങ്കഡെ സ്റ്റേഡിയത്തിലുണ്ട്. അങ്ങനെ ആരാധകരുടെ ഒരു വലിയ തിരക്ക്. ഇപ്പോൾ വാങ്കഡെ സ്റ്റേഡിയത്തിൽ ഒരല്പം ദൂരം മാറിയാണ് ഈ ബ്രാബോൺ സ്റ്റേഡിയം ഉള്ളത്. ഇവിടെ നമുക്ക് കാണാം മറൈൻ ഡ്രൈവിൻ്റെ ആ പരിസരം ആകെ തന്നെ മെസ്സി ആരാധകരെ കൊണ്ട് നിറഞ്ഞത് കാണാം. വലിയ ഗതാഗത ക്രമീകരണങ്ങളൊക്കെ പോലീസിൻ്റെ ഭാഗത്ത് നിന്ന് ഏർപ്പെടുത്തിയിട്ടുണ്ട്. കൊൽക്കത്തയിൽ നടന്ന സംഭവങ്ങളുടെയൊക്കെ ഒരു പശ്ചാത്തലത്തിലാണ് ഈ തരത്തിൽ വലിയ സുരക്ഷ മുംബൈയിൽ ഏർപ്പെടുത്തിയത്. കൊൽക്കത്തയിൽ ഉണ്ടായതുപോലെ ഒരു സംഭവം ഏതായാലും ഉണ്ടാവാൻ പാടില്ല. ഹൈദരാബാദിൽ നല്ല രീതിയിൽ ആ പരിപാടി നടന്നതാണ്. മുംബൈയിലും അതുപോലെ തന്നെ നടക്കുക എന്നത് പ്രധാനപ്പെട്ടതാണ്. സച്ചിൻ ടെണ്ടുൽക്കറും സുനിൽ ഛേത്രിയും അടക്കമുള്ളവർ വാങ്കഡെ സ്റ്റേഡിയത്തിലെ പരിപാടിയിൽ ഉണ്ടാകും എന്നത് നമ്മൾ അറിയുന്നു. സച്ചിൻ ഒരു ക്രിക്കറ്റ് ബാറ്റും ലയണൽ മെസ്സി ഒരു ഫുട്ബോളും പരസ്പരം കൈമാറും എന്നതടക്കമുള്ള കാര്യങ്ങൾ ഈ കാര്യപരിപാടികളുടെ പട്ടിക പരിശോധിച്ചപ്പോൾ എനിക്കതിൽ കാണാൻ വേണ്ടി കഴിഞ്ഞിട്ടുണ്ട്. അങ്ങനെ വിപുലമായ ഒരു പരിപാടിയാണ്. ഗ്രൗണ്ട് ചുറ്റി, വാങ്കഡെ ഗ്രൗണ്ട് ചുറ്റി ആരാധകരെ മെസ്സി കൈവീശി കാണിക്കും എന്നതടക്കമുള്ളത് നമ്മൾ പ്രതീക്ഷിക്കുന്നുണ്ട്. വാങ്കഡെ അറിയാം, നമ്മളെ രാജ്യത്തെ സംബന്ധിച്ചിടത്തോളം പ്രധാനപ്പെട്ട ഒരു സ്റ്റേഡിയമാണ്. കുറച്ച് മലയാളി മെസ്സി ആരാധകർ കുറെ നേരം കാത്തിരുന്നു. കാണാൻ പറ്റിയില്ലെങ്കിൽ നമ്മുടെ ഇത് തൊട്ടടുത്തോടെ തന്നെ പോയത്. ഭയങ്കരമായ ഫീലിംഗ് ആയിരുന്നു, ഭയങ്കര ഇൻട്രസ്റ്റ് ആയിരുന്നു. വാങ്കഡയിൽ കാണാം. കുറച്ച് മലയാളി ആരാധകർ, ഏതായാലും ഫുട്ബോൾ ആകുമ്പോൾ മലയാളി ആരാധകർ ഉണ്ടാവും. മുംബൈയിലും അതിന് കാര്യമായ വ്യത്യാസമൊന്നുമില്ല. വലിയ തോതിൽ മലയാളി ആരാധകർ മെസ്സിയെ കാത്തിരിക്കുകയാണ്. വാങ്കഡെ സ്റ്റേഡിയത്തിൽ ലിയോണൽ മെസ്സിയെ കാണാനായി കാത്തു നിൽക്കുകയാണ്. അതിൽ മുംബൈയിലെ ബ്രാബോൺ സ്റ്റേഡിയത്തിൽ നിന്ന് ലിയോണൽ മെസ്സി വാങ്കഡെ സ്റ്റേഡിയത്തിലേക്ക് പുറപ്പെട്ടിരിക്കുന്നു. ഇനി അവിടെയും കാണാൻ കാത്തിരിക്കുന്നു എന്നൊക്കെ പറഞ്ഞുകൊണ്ടുള്ള ആളുകളുടെ പ്രതികരണമാണ് നമ്മൾ തത്സമയം തന്നെ ദൃശ്യങ്ങൾ പ്രേക്ഷകരെ കാണിക്കും. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.